കമ്പിളിപ്പുതപ്പ് ഈ ഡയലോഗ് കേൾക്കാത്ത മലയാളികൾ കുറവാണ് അല്ലേ? എന്നാൽ എപ്പോഴാണ് ഈ കമ്പിളിപ്പുതപ്പ് പറയുന്നത്? ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത് അല്ലേ? ഇതിന് പറ്റിയൊരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹലോ എവ്രിവൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രാറ്റ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി. എവറി ഡേ യു ലേൺ എ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ടു ബിൽഡ് എ ഫ്ലുവൻസി ഫാസ്റ്റർ. ഇംഗ്ലീഷിൽ ഫ്ലുവൻസിക്ക് വൊക്കാബുലറി അത്യാവശ്യമാണ്. എന്നാൽ വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ പഠിച്ചു വെക്കരുത്, സെൻറ്റൻസുകളോ ഫ്രേസുകളോ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഓരോ സെൻറ്റൻസ് പഠിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ കമ്പിളിപ്പുതപ്പ് എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. പക്ഷേ ഇത് പഠിക്കുന്ന TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് രീതിയിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഓൺലൈനായിട്ട് ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ബ്രാറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വാട്സപ്പ് വഴിയല്ല, ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ വെറും 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ എൻ്റെ ക്ലാസ്സുകളുണ്ടാകും. ഇങ്ങനെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾറൈറ്റ്. സോ കമ്പിളിപ്പുതപ്പ്, അതായത് പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. കം ഓൺ. I have trouble hearing you. I have trouble hearing you. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. കമ്പിളിപ്പുതപ്പ് എന്നുള്ളത് ഇതിപ്പോൾ മാത്രമല്ല, എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ് I have trouble എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I have trouble understanding you. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. I have trouble speaking English. I have trouble driving. ഇങ്ങനെ എന്ത് കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് I have trouble എന്ന് പറയുന്നത്. സോ I have trouble പ്ലസ് ING, ഇതാണ് സ്ട്രക്ചർ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. ബിക്കോസ് യൂസിങ് ഇസ് ലേണിംഗ് എന്നുള്ളതാണ്. ഓൾറൈറ്റ്. Anyway, thank you very much for watching this video. See you with another one tomorrow. Bye-bye.